ഹലോ, അപ്പോൾ ഓണൊക്കെ ആവാറായില്ലേ? ഇനിയിപ്പോൾ ഞായറാഴ്ച സമയമില്ല അത്രയ്ക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് കേട്ടോ എൻ്റെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നോക്കിയത്. അപ്പോൾ അത് ഇത്തിരിയൊക്കെ ഒന്ന് ചളി പിടിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡ്രൈ ക്ലീനിങ്ങിന് ഒന്നും കൊടുക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂട്യൂബിൽ കണ്ടൊരു ട്രിക്കാണ് കേട്ടോ, ഹാക്ക്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് മുണ്ടൊക്കെ ഇപ്പോഴായിരിക്കും ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എൻ്റെ സെറ്റ് മുണ്ടൊക്കെ ഇതാ നല്ല ചളി പിടിച്ച് കുറച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കുറച്ചിങ്ങനെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് നോക്കൂ. അപ്പം അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെറ്റ് മുണ്ടയിലേക്കൊന്ന് മുക്കി കൊടുക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് 2-3 മൂടി വിനീഗറും പിന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ഷാമ്പൂ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. വിനീഗറൊക്കെ ഒഴിച്ചത് കൊണ്ടാണ് 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇപ്പം തന്നെ അതാ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളറ് മാറിയിട്ടുണ്ട്. ചളിയൊക്കെ അതാ അപ്പം തന്നെ പോകാൻ തുടങ്ങി കേട്ടോ. അതിന് ശേഷം ഞാനിതാ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ് ഉരച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. കല്ലൊന്നും കുത്തേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉരച്ചാൽ മതി കേട്ടോ. ഇപ്പം തന്നെ അതിലെന്തെങ്കിലും ഒരു ചളി പോലെ ഉണ്ടെങ്കിൽ പോവാനും പിന്നെ ഒന്നും കൂടി ഒരു വൈറ്റ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഹാക്ക് യൂസ് ചെയ്യുന്ന വിനീഗറൊക്കെ. പിന്നെ വേണച്ച നാരങ്ങയുടെ ഒരു നീരും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. ഒരു ഹാഫ് നാരങ്ങ നീരും കൂടി നമുക്കിതിൽ ആഡ് ചെയ്താൽ ഒന്നും കൂടി ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. കറകളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ കംഫേർട്ടും ക്രിസ്പ് ആൻഡ് ഷൈനും എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വെള്ളത്തിൽ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഈ മുണ്ട അതിലൊന്ന് കുതിർത്തി വെക്കാം കേട്ടോ. അപ്പൊ ഇതും ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ തന്നെ നന്നായിട്ട് ഒരു സ്മെല്ലും കളറൊക്കെ ആയിട്ടുണ്ടാവും. കഴുകിയിട്ട് നന്നായിട്ട് ഇങ്ങനെ നിവർത്തിയിട്ട് കുടഞ്ഞിട്ട് തോരട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാ കറകളും പോയിട്ടുണ്ട്, ചളിയൊക്കെ പോയിട്ടുണ്ട്. സ്റ്റിഫ് ആൻഡ് ഷൈനും കംഫേർട്ടൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇതാ അപ്പം ക്രിസ്പ് ആൻഡ് ഷൈനൊക്കെ ഇട്ടത് കൊണ്ട് ഒന്നും കൂടി നല്ലൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അയൺ ചെയ്യണമൊക്കെ ഈസി ആയിരുന്നു. വേഗം ഞൊറി എടുത്തതിന് ശേഷം വേഗം അയൺ ചെയ്തു കേട്ടോ. ഇപ്പം എല്ലാവരും ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനത്തെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല കോട്ടൻ്റെ. കാരണം ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഡ്രൈപ്പ് ചെയ്യാനും അയൺ ചെയ്യാനൊക്കെ കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. ഉടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാൻ വേഗം അയണൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോണ ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് വേഗം ഒന്ന് ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാ നല്ല ഭംഗിയിൽ ഉടുത്തപ്പോൾ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ടിഷ്യൂ ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്, പക്ഷേ ഇങ്ങനത്തെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്കിത് ഉടുത്തപ്പോൾ നല്ല എന്തോ ഒരു കംഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ലുക്ക്. നല്ല ഭംഗിയിൽ വന്നു, വൈറ്റായി നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇനി പുതിയതൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയേണ്ട. നമ്മളുടെ പണ്ടത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രൈറ്റ്നെസ് ആക്കിയാൽ മതി. പിന്നെ നല്ല മോത് സ്റ്റിഫായിട്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരുന്നു എൻ്റെ. നല്ല ഭംഗിയിൽ വൃത്തിയിൽ വേഗം ഉടുക്കാനും പറ്റി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളർ ബ്ലൗസൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ പഴയ സെറ്റ് മുണ്ടൊക്കെ ആണെന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വൃത്തിയിൽ എന്തായാലും കിട്ടും. ഉടുക്കാനും നല്ല കംഫേർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് അത് കുറച്ച് പേർക്കും കൂടി എത്തുള്ളൂ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഓണം കൂടി നേരുന്നു കേട്ടോ.